ഹലോ എവരിബഡി, എല്ലാവർക്കും ഒരു ശുഭദിനം. ഇന്ന് നിലപാടിൻ്റെ രാജകുമാരൻ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്ന ദിവസമാണ് വരാൻ പോകുന്നത്. വനവാസക്കാരൻ്റെ ഈ പട്ടാഭിഷേകം നമുക്ക് കാണാം. നല്ലൊരു വായനക്കാരനായ വി.ഡി. സതീശനും പരിചിതമായിരിക്കാനിടയുള്ള ഒരു വാക്യമുണ്ട്. ബ്രസീലിലെ നോവലിസ്റ്റ് പൗലോ കൊയ്ലോയുടേതായ എല്ലാ കൊടുങ്കാറ്റുകളും നിങ്ങളുടെ ജീവിതം താറുമാറാക്കാൻ വരുന്നതല്ല, ചിലത് നിങ്ങൾക്ക് വഴിതെളിക്കാൻ കൂടിയുള്ളതാണ്. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ എത്തുമ്പോൾ പൗലോ കൊയ്ലോയുടെ ഈ വാക്കുകൾ ഓർക്കുന്നത് നല്ലതാണ്. സതീശൻ്റെ പേരിലെത്തുന്നതിന് മുൻപുണ്ടായ കൊടുങ്കാറ്റുകൾ മറക്കാനും അത് സഹായിക്കും. കേരള നാടിനെ നയിക്കാൻ കരുത്താർന്ന ജനകീയ അടിത്തറയുള്ള നേതാവിനെ തന്നെയാണ് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തൊരു പ്രതീക്ഷയുടെ നവോർജം പകർന്ന് പുതുയുഗ യാത്ര നയിച്ചതിലടക്കം യു.ഡി.എഫിന് മികച്ച വിജയം നേടാനുള്ള അരങ്ങൊരുക്കിയ നേതാവാണ് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. കൃത്യവും സുതാര്യവുമായ നിലപാട് തറയിൽ അടിയുറച്ചു നിൽക്കുന്ന സ്വഭാവവും നിയമസഭയിൽ ഏത് വിഷയവും സൂക്ഷ്മതയോടെ തലനാരിഴ കീറി പരിശോധിച്ച് അവതരിപ്പിക്കുന്ന രീതിയും സാമൂഹിക പുരോഗതി സംബന്ധിച്ച മുൻ നേട്ടവുമൊക്കെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുക മാത്രമല്ല, എന്താണ് ബദൽ എന്ന് നിർദ്ദേശിക്കുകയും ഭാവി കേരളത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്താണ് സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ നയിച്ചത്. കേവലം വോട്ട് നേട്ടത്തിന് വേണ്ടി സാമൂഹ്യ പ്രതിബദ്ധതയും മതനിരപേക്ഷതയും ബലികഴിക്കില്ലെന്ന് പറയാൻ അദ്ദേഹം കാട്ടിയ ആർജവും എടുത്തു പറയേണ്ടതാണ്. പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കുമെന്ന പ്രഖ്യാപനം സ്വന്തം പാർട്ടിക്കും മുന്നണിക്കും വാശി കൂട്ടാൻ വേണ്ടി തന്നെയായിരുന്നു. തോറ്റെടുത്ത് വീണുപോകാതെ പൊരുതി ജയിക്കുക എന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ സാക്ഷ്യമാണ് സതീശൻ. മന്ത്രിപദം ഉൾപ്പെടെ പല സ്ഥാനങ്ങളും പലതവണ വഴുതി മാറിയിട്ടും സമുന്നത പദവിയിലെത്താൻ കഴിഞ്ഞതും ഈ ഇച്ഛാശക്തി കൊണ്ടാണ്. തോൽവികൾ മാത്രമല്ല, വിജയത്തിലും പാഠമുണ്ടെന്നും ഈ വിജയം പഠിക്കാനുള്ളതാണെന്നും പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശൻ പറഞ്ഞത് 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വിജയത്തെ തുടർന്നാണ്. അങ്ങനെ ഒരു പാഠം കണ്ടെടുക്കാനായ നേതാവിനെ ഇപ്പോഴത്തെ വൻ വിജയത്തിൽ നിന്ന് വലിയ പാഠങ്ങൾ വഴികാട്ടാൻ എത്തുമെന്നും തീർച്ച. സതീശൻ എന്ന അന്തിമ തീരുമാനം വരും വരെ പാർട്ടിയിൽ മുറുകെ നിന്ന് അഭിപ്രായ ഭിന്നതകൾ ഇന്നലെയോടെ അവസാനിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടായ വൈകലും തെരുവിലെത്തിയ പോരും ഒരു ദുസ്വപ്നമായി മറക്കാനും തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ പോലെയുള്ള തോളോട് ചേർന്ന് മുന്നേറാനും കോൺഗ്രസ് പാർട്ടിക്ക് കഴിയണം. മന്ത്രിസഭാ രൂപീകരണത്തിലും അത് പ്രതിഫലിക്കണം. ആരെയും മാറ്റി നിർത്തുന്നതല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനമാണ് കാലത്തിൻ്റെ ആവശ്യം. വലിയ വിജയം വലിയ ഉത്തരവാദിത്തങ്ങളാണ് നൽകുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ ഓർമ്മിപ്പിച്ചത് ഉചിതമായി ട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും നിർവചനം മാറ്റി എഴുതാൻ അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിന് കഴിഞ്ഞാൽ അതാവും വലിയ വിജയം സമ്മാനിച്ച കേരളത്തിലുള്ള അഭിവാദ്യം. അധികാരവും രാഷ്ട്രീയവും ജനങ്ങളെ ശത്രുപക്ഷത്തായവർക്കെതിരെയുള്ള ജനാധിപത്യത്തിൻ്റെ മുന്നറിയിപ്പ് തന്നെയാണ് 10 വർഷത്തിന് ശേഷമുള്ള യു.ഡി.എഫിൻ്റെ തിരിച്ചുവരവ്. അഴിമതിക്കും സ്വേച്ഛാഭരണത്തിനുമെതിരെയുള്ള ജനമനസ്സ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ടെന്ന തിരിച്ചറിവുണ്ടായാൽ തന്നെ സർക്കാരിന് ഇടർച്ചയുണ്ടാവാനിടയില്ല. അധികാരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ജനങ്ങളുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയും യു.ഡി.എഫ് സർക്കാർ ഏതു സാഹചര്യത്തിലും മറക്കരുതെന്നും കേരളം ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷം മാറിയ ഇന്നലത്തെ ഭരണപക്ഷത്തെ കൂടി സഹകരിപ്പിച്ചും നാടിനെ വികസന വഴികൾ നയിക്കുക എന്ന ദൗത്യമാണ് പുതിയ മുഖ്യമന്ത്രിക്കുള്ളത്. ഈ നാട്ടിലെ പാവങ്ങളുടെയും സാധാരണക്കാരുടെയും ജീവിതാഭിവൃദ്ധിയും പുതിയ തലമുറയുടെ സ്വപ്നങ്ങളും ഈ സർക്കാരിൻ്റെ മുന്നിലെ ലക്ഷ്യങ്ങളാകണം. സർക്കാർ മാറ്റത്തിലും മുഖ്യമന്ത്രി തർക്കത്തിലും തട്ടി സ്തംഭനത്തിലായ ഭരണയന്ത്രത്തെ എത്രയും പെട്ടെന്ന് ഉണർത്തുകയും വേണം. ജനകീയ പിന്തുണയും ലക്ഷ്യബോധവും മുഖ്യമന്ത്രി പദമേറുന്ന വി.ഡി. സതീശന് മുന്നിൽ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വെല്ലുവിളി ഏറെയുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നേറാൻ അദ്ദേഹത്തിനും സർക്കാരിനും സാധിക്കട്ടെ എന്ന് നാടിൻ്റെയും
ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെയും ആശംസ അറിയിക്കുകയാണ്. സന്ദേശം എന്ന സിനിമയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഒരാളെന്ന നിലയിൽ സന്ദേശം സിനിമയിൽ അവസാന ഭാഗത്ത് തിലകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയം നല്ലതാണ്, അത് നല്ല ആളുകൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. അത് വി.ഡി. സതീശൻ എന്ന നിയുക്ത മുഖ്യമന്ത്രിക്ക് സാധിക്കുമെന്ന് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടറും എനിക്കും വ്യക്തിപരമായി ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന് കൂടുതൽ കരുത്തുണ്ടാകുവാൻ അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിയുക്ത മുഖ്യമന്ത്രിക്ക് കേരള നാടിൻ്റെ ആശംസകൾ.